മലയാള കവിതയിലെ പുതിയ ശബ്ദം റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ കവിതയാണ് അമ്മത്തൊട്ടിൽ. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമാകുമ്പോൾ അവർ ആ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് വൃദ്ധസദനങ്ങളിൽ, ചിലരാകട്ടെ ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ. ഇത് പ്രായമായ മാതാപിതാക്കൾ ഭാരമാകുന്നു എന്ന് തോന്നുന്ന ചില മക്കളുടെ വിശേഷങ്ങൾ മാത്രം. ഇത്തരം ഒരു കഥ തന്നെയാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിലൂടെ കവി വ്യക്തമാക്കുന്നത്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം അമ്മയെ ക്ഷേത്രനടയിൽ ഉപേക്ഷിക്കാനെത്തുന്ന മകൻ്റെ ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയും കാഴ്ചകളിലൂടെയുമാണ് ഈ കവിത സഞ്ചരിക്കുന്നത്. അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മകൻ ക്ഷേത്ര ദർശനത്തിനാണെന്ന പേരും പറഞ്ഞ് അമ്മയെ കാറിൽ കയറ്റി യാത്രയാവുന്നു. ദയനീയമായ ആ അമ്മയുടെ കണ്ണുകൾ പഴകിയ പിഞ്ഞാണത്തിൻ്റെ രൂപത്തിൽ പ്രായം ബാധിച്ച് മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാടയും പീളയും വന്ന ആ കണ്ണുകൾ അവർ പ്രയാസത്തോടെ തുറന്നടച്ചു. ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പോലെ ശുഷ്കിച്ചു പോയ അവരുടെ കൈകൾ അവർ മാറോട് ചേർത്ത് വച്ചിരിക്കുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വിജനമായ തെരുവീതിയിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മാളിൻ്റെ അരികിലേക്കാണ് ആ മകൻ അമ്മയെ ആദ്യം എത്തിച്ചത്. ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് കിടക്കുകയായിരുന്ന ഒരു പട്ടി അയാളുടെ നേരെ കുരച്ചു ചാടി. തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വന്നതാണെന്ന ഒരു തോന്നലുണ്ടായതുകൊണ്ടാവാം ആ പട്ടി കുരച്ചു ചാടിയത്. മാതൃത്വത്തിൻ്റെ ഓരോ ഭാവങ്ങളാണ് ആ മകൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പിന്നീട് അയാൾ അമ്മയെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയത് ആശുപത്രി വരാന്തയിൽ. അവിടെ എത്തിയപ്പോൾ തൻ്റെ കുട്ടിക്കാലവും അമ്മയുമൊത്തുള്ള ഓർമ്മകളും അയാളിലേക്ക് തികട്ടി വന്നു. തൻ്റെ രോഗം മാറാനായി ആശുപത്രിയിലേക്ക് തന്നെയും എടുത്ത് അമ്മ ഓടിക്കിതച്ചതും സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ എല്ലാം അയാളിലേക്ക് ഓർമ്മകളായി വന്നു. അവിടെയും അയാൾക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. പിന്നീട് അയാൾ അമ്മയെ ഉപേക്ഷിക്കാനായി എത്തുന്നത് വിദ്യാലയമുറ്റത്തേക്ക്. അമ്മ തന്നെ സ്കൂളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ ഓർമ്മകളായി വന്ന് ആ മകനെ വീണ്ടും തളർത്തി. പിന്നീട് അയാൾ അമ്മയെ ഉപേക്ഷിക്കാനെത്തിയത് രാത്രിയുടെ ഏകാന്തതയിൽ നിശബ്ദമായി വിശ്രമിക്കുന്ന കോവിലിൽ. അയാൾ ഓർത്തു, അമ്മയുടെ നല്ല കാലത്ത് ഒരുപാട് തവണ കൊണ്ടുവരാൻ പറഞ്ഞ കോവിലാണ്. ഇപ്പോഴാണ് തനിക്ക് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്. കോവിലിന് വെളിയിലേക്ക് ഈശ്വരൻ ഇറങ്ങി വരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. ഒരു ദുഷ്പ്രവൃത്തിക്ക് സാക്ഷിയാവാൻ ഈശ്വരന് സാധ്യമല്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയതാവാം എന്നും കവി ചിന്തിക്കുന്നു. ഓരോ കാരണങ്ങൾ തടസ്സങ്ങളായി വന്നതുകൊണ്ടും അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ ഉള്ളിൽ നീറ്റലായി കിടക്കുന്നതുകൊണ്ടും ആ മകന് അമ്മയെ എവിടെയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുറത്തെ തണുപ്പ് കുളിരായി കാറിനകത്തേക്ക് പ്രവേശിച്ചു. അയാൾക്ക് തൻ്റെ ചെറുപ്പകാലത്തെ അമ്മയുടെ മടിയിൽ കമ്പിളി പുതപ്പിനുള്ളിൽ അഭയം തേടുന്നത് ഓർമ്മ വന്നു. അമ്മയുടെ അടിവയറിലെ ചൂട്, തലമുടിയിൽ നിന്നും ഒഴുകിവരുന്ന കാച്ചെണ്ണയുടെ ഗന്ധം, ഓലക്കൊടി കത്തുന്ന വാസന, എല്ലാം കൂടി അമ്മയുടെ സാന്നിധ്യം മനസ്സിൽ നിറഞ്ഞ് അയാൾ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. മകനെ തന്നെ നോക്കി അടക്കാതെ വെച്ച ആ കണ്ണുകൾ, ദുർബലമായ ആ ശരീരത്തിൽ നിന്നും പ്രാണൻ അകന്നു പോയിരിക്കുന്നു. എല്ലാം കൊണ്ടും മലയാളികളെ ഈറനണിയിക്കുന്ന ഒരു കവിത തന്നെയാണ് അമ്മത്തൊട്ടിൽ.